മാർഷൽ വി സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. മാർഷൽ, AK ബാലന്റെ ഓർമ്മക്കുറിപ്പിലെ വിമർശനം, സജി ചെറിയാന്റെ ഉപദേശം, നല്ല കലിപ്പിലാണ് ജി സുധാകരൻ. അതിനിടയിൽ AK ബാലൻ പിന്നെയും ഉപദേശിക്കുകയാണ്, ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പരാതിയോ പരിഭവവും ഉണ്ട് എങ്കിൽ അത് പ്രകടിപ്പിക്കരുത്, പാർട്ടിയുടെ ഇമേജിന് കോട്ടമുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രകടനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. സമാന്തരമായി ജി സുധാകരന്റെ വാർത്താ സമ്മേളനം നടക്കുകയും ചെയ്യുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് SFI കാലഘട്ടം മുതൽ തന്നെ ഒരുമിച്ചുള്ളവരാണ് AK ബാലനും അതോടൊപ്പം തന്നെ ജി സുധാകരനും. എന്നാൽ ആ കാലഘട്ടത്തിൽ നിന്നുള്ള മാറ്റം തനിക്ക് വന്നിട്ടുണ്ട്, ജി സുധാകരൻ അത്തരമൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളൊരു പരാമർശമാണ് AK ബാലൻ തുടങ്ങി വെച്ചത്. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചുള്ള മറുപടി കൃത്യമായിട്ട് ജി സുധാകരൻ നൽകുന്നുണ്ട്. ജി സുധാകരൻ ഈ മറുപടി നൽകുമ്പോൾ പ്രധാനമായും AK ബാലനെക്കാട്ടിലും കൂടുതൽ വിമർശിക്കുന്നത് സജി ചെറിയാനെയാണ്. സജി ചെറിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം തനിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ആലപ്പുഴയിലെ പാർട്ടി, പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റിയിൽ H സലാമിൻ്റെ വിജയത്തിന് ശേഷവും H സലാമിനെ പരാജയപ്പെടുത്താൻ, അമ്പലപ്പുഴയിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ജി സുധാകരൻ നടത്തിയെന്നുള്ള പരാതി നേരത്തെ തന്നെ പാർട്ടിക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഒരു പരാതി എന്തിന് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നൽകണം എന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞില്ലേ എന്നുള്ളൊരു കാര്യം കൂടി ജി സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജി സുധാകരൻ എന്ന നേതാവിനെ ഒഴിവാക്കി നിർത്തിയതിൽ, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ഒഴിവാക്കപ്പെട്ട 8 മന്ത്രിമാരിൽ ഒരാളായി മാറിയിട്ടുള്ള ജി സുധാകരൻ അതിപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പൊതുബോധം പൊതുവെ പാർട്ടിക്കാർക്കിടയിൽ തന്നെയുണ്ട്, പാർട്ടി നേതൃത്വത്തിനുമുണ്ട്. അത് അതിൻ്റെ ഒരു തുടർ പ്രക്രിയ എന്ന നിലയിൽ മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ AK ബാലൻ്റെ പരാമർശമാകട്ടെ, ഒരുപക്ഷെ SFI കാലഘട്ടത്തിൽ, KSFന് ശേഷമുള്ള SFIയുടെ കാലഘട്ടത്തിൽ 1972 മുതൽ 75 വരെയുള്ള സമ്മേളന കാലയളവിൽ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അന്ന് സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന SFIയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന ജി സുധാകരൻ വിമർശനം വരുമ്പോൾ, സംഘടനാപരമായ വിമർശനം സമ്മേളനത്തിൽ നടത്തിയപ്പോൾ അതിനെതിരെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു അസഹിഷ്ണുതയാണ് ജി സുധാകരനെതിരെ AK ബാലൻ ചൂണ്ടിക്കാട്ടിയത്. മഗബത്തിനെ പോലെ ബ്ലഡി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ തുടർച്ചയായി വരുന്നു. അതേ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഇപ്പോഴും അദ്ദേഹം നടത്തുന്നു. അന്നും ഞാൻ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ജി സുധാകരൻ നിൽക്കുന്നത് എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തി. ഇപ്പോഴും മാറ്റമില്ല എന്നുള്ള ഒരു പോസ്റ്റാണ് ഇന്നലെ AK ബാലൻ ഇട്ടത്. അതിനുള്ള മറുപടി കൂടി നൽകുന്നുണ്ട്. ജി സുധാകരന് മാറാൻ പറ്റില്ല, AK ബാലൻ മാറിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ജി സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനെ മറ്റു പാർട്ടികളിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുള്ളൊരു വിമർശനം കൂടി ജി സുധാകരൻ നടത്തുന്നു. ചുരുക്കത്തിൽ ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പാർട്ടി പ്രശ്നം സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലേക്ക് കൂടി വരികയാണ്. ജി സുധാകരനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങളെ പാർട്ടിക്ക് അംഗീകരിച്ചേ മതിയാവൂ. അവിടെയും ജി സുധാകരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. MV ഗോവിന്ദൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരൊന്നും തന്നെ തന്റെ ഈ നീക്കത്തെ വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യം സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള പാർട്ടി ഇടപെടലായിരിക്കും ഇനി പ്രധാനമായും നടത്തേണ്ടി വരിക. മധു, പക്ഷേ സജി ചെറിയാനോടുള്ള എതിർപ്പും സജി ചെറിയാനെതിരായ വിമർശനങ്ങളും സജി ചെറിയാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലല്ലോ മാർഷൽ. അത് കോൺഗ്രസുമായി ചില നീക്കുപോക്കുകൾ ചില പഞ്ചായത്തുകളിലുണ്ട്. അത് പാർട്ടിയുടെ അറിവോട് കൂടിയാണോ എന്നുള്ള രാഷ്ട്രീയ വിമർശനം കൂടി ഉന്നയിക്കപ്പെടുകയാണ്. ജി സുധാകരൻ എന്ന നേതാവ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തോടുകൂടി മാറി നിൽക്കുകയും അദ്ദേഹത്തിന് സീറ്റ് പോലും നൽകാതിരിക്കുകയും ചെയ്തിട്ടുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഇപ്പോൾ മാധു ചോദിച്ച ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ആലപ്പുഴയിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തനം നടക്കുമ്പോൾ അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു, ഇപ്പോൾ ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായ പാർട്ടി നേതാവാണ് ഞാൻ. അന്നു മുതൽ ഇന്ന് വരെ ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട്. KSFിന്റെ കാലം മുതലേ ഞാനുണ്ട്. ഏറ്റവും കൂടുതൽ കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുള്ള പ്രതിനിധി ഞാനാണ്. അതുകൊണ്ട് ആലപ്പുഴയുടെ മണ്ണിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഞാൻ എന്ന് അന്ന് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് ഈ മറുപടിയെങ്കിൽ അത് മാറുകയും സജി ചെറിയാനും H സലാമും ഉൾപ്പെടെയുള്ള നേതാക്കൾ തനിക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു ബോധമാണ് അദ്ദേഹത്തിനുണ്ടായത്. അതിനിടയിൽ കോൺഗ്രസ് പോഷക സംഘടനകളുടെ 2 പരിപാടികളിൽ ജി സുധാകരൻ പങ്കെടുത്തു എന്ന് മാത്രമല്ല ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും പാർട്ടിയെ സ്വയംവിമർശനപരമായ രീതിയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു പല കാര്യങ്ങൾ. കാരണം അടുത്തയിടയ്ക്കാണ് ജി സുധാകരൻ പറഞ്ഞത് എല്ലാത്തിനും നമ്പർ 1 ആണ്, ഇതിലും നമ്പർ 1 ആണോ എന്നുള്ളൊരു വിമർശനം അദ്ദേഹം ഉയർത്തി. അത് സ്വർണ്ണ കേസ്, ഇത് ശബരിമല കേസുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വിമർശനം ഉയർത്തി. ഇത്തരം രീതിയിൽ പൊതു സ്ഥലങ്ങളിൽ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് സജി ചെറിയാൻ അദ്ദേഹത്തിനെതിരെയുള്ള പല പരാമർശങ്ങളും നടത്തിയത്. എന്നാൽ സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ കോൺഗ്രസിലെ ചില പഞ്ചായത്ത്
പഞ്ചായത്തുകളിൽ പരസ്പരം ഒരു ധാരണയിൽ പോകുന്നു എന്നുള്ളൊരു ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതൊരു സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ഈ വിഷയം വരികയും അതനുസരിച്ചുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പുന്നപ്ര വയലാർ സമര വാർഷിക ദിനത്തിൽ എല്ലാവരും വന്നു പോയതിനു ശേഷം ഓട്ടോറിക്ഷയിലെത്തി ആ പുന്നപ്ര വയലാർ വാർഷികത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചുപോയ ജി സുധാകരനെയാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. ഇപ്പോൾ ജി സുധാകരൻ പരസ്യമായി എ.കെ. ബാലൻ തുടങ്ങിവെച്ച ഒരു വിമർശനത്തിന് മറുപടി വന്നിരിക്കുകയാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാം. ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ, ഇപ്പം എന്തുകൊണ്ടാണ് ഇത്തരം കുറിപ്പുകൾ എ.കെ. ബാലൻ ഇപ്പോൾ ഒരു ഓർമ്മക്കുറിപ്പുകൾ എന്ന നിലയ്ക്കാണ് ഫേസ്ബുക്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ചെറിയ ചെറിയ കുറിപ്പുകൾ ഇടുന്നു, അതുമായി ബന്ധപ്പെട്ട ചെറിയ പരാമർശങ്ങളുടെ പേരിൽ ചില വാർത്തകൾ വരികയും ചെയ്യുന്നു. ഇപ്പൊ എ.കെ. ബാലൻ അറിയാം അല്ലെ ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് പ്രതിഫലനം എന്തായിരിക്കും എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ കുറിപ്പുകൾ? എ.കെ. ബാലൻ ഇന്നലെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം മറ്റൊരു വർഗബഹുജന സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തും പഴയ SFI കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഷാജുലാൽ എന്ന് പറയുന്ന ആൾ വരികയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് പ്രസിഡന്റിൽ ഇരുന്നപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഓർമ്മ എന്ന രീതിയിലാണ് എ.കെ. ബാലൻ ആ കുറിപ്പ് എഴുതുന്നത്. ആ കുറിപ്പിൽ പ്രധാനമായും നമ്മൾ ആ വരികൾ മുഴുവൻ വായിക്കുവാണെങ്കിൽ അത് ജി സുധാകരനെതിരെയുള്ള വിമർശനം എന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടം 1972 SFI രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലം, സി ഭാസ്കരനും കോടിയേരി ബാലകൃഷ്ണനും SFIയുടെ ചുമതലയുള്ള കാലം, അതിനുശേഷം എ.കെ. ബാലനും കോടിയേരി ബാലകൃഷ്ണനും ജി സുധാകരനും ഒക്കെ നേതൃത്വത്തിലേക്ക് വരുന്ന സമയം, ആ സമയത്ത് ജി സുധാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ആ റിപ്പോർട്ടിൽ പൂർണ്ണമായും SFIയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് പറയുമ്പോൾ ഓരോ സഹാക്കളുടെയും പ്രവർത്തനം, നേതൃത്വത്തിലുള്ളവരുടെ പ്രവർത്തനം എഴുതും. ആ സംഘടനാ റിപ്പോർട്ടിനകത്ത് പലയിടത്തും ജി സുധാകരന്റെ പേര് ആവർത്തിച്ചതിനെ വളരെ ശക്തമായ രീതിയിൽ പ്രതിനിധി സമ്മേളനത്തിൽ എ.കെ. ബാലൻ വിമർശിക്കുകയാണ്. അദ്ദേഹം മഗ്ബത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിമർശനം നടത്തിയത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ബ്ലഡി എന്ന വാക്ക് പലതവണ മഗ്ബത്തിൽ ഷേക്സ്പിയർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുപോലെ ജി സുധാകരൻ ഇവിടെ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ തുടർച്ചയായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വിമർശിച്ചു. എന്നാൽ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായിട്ടുള്ള ജി സുധാകരൻ അതിന് മറുപടി പറഞ്ഞപ്പോൾ ലേഡി മഗ്ബത്തിനെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തത്. ലേഡി മഗ്ബത്തിന്റെ പ്രേതം സോമനാംബുലിസം എന്ന ഉറക്കത്തിൽ നടക്കുന്ന ബോധമുണ്ട്. ആ ബോധമാണ് എ.കെ. ബാലനെ ഭരിക്കുന്നതെന്ന് 72 സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ഓർത്തു എന്നാണ് എ.കെ. ബാലൻ പറയുന്നത്. ആ ഓർമ്മക്കുറിപ്പിലാണ്, അതിലാണ് മാറ്റമില്ല. ഇത്രയും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു രാഷ്ട്രീയ വേദിയിൽ തീപാറിയ പോരാട്ടം വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ രണ്ട് നേതാക്കൾ ഈ കാലത്ത്, ഈ പ്രായത്തിൽ, ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ആ കാര്യത്തിൽ തന്നെ വിമർശനം ഉന്നയിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ചിത്രമാണ് നമുക്ക് കൗതുകകരമായി കണ്ടു നിൽക്കാൻ കഴിയുന്നത്.